ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് പോയി കണ്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റില്ലേ, അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യട്ടോ. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ട രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചാട്ടോ ഞാൻ പറയാൻ പോണേ. ഒന്നാമത്തേന്ന് പറയുന്നത് മൂകാംബികയാണ്. മൂകാംബികയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ദൈവം വിചാരിക്കണം നമ്മളവിടെ എത്തണോ വേണ്ടിയോ എന്ന്, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ പോലും എൻ്റെ ഫസ്റ്റ് മൂകാംബിക ട്രിപ്പും എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഓൾറെഡി വ്ളോഗൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ട്രാവലറിലായിരുന്നു, നമ്മൾ ഫുൾ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ട്രാവലറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പോയി അപ്പോഴൊന്നും എക്സൈറ്റ്മെന്റ് ഇല്ല. മൂകാംബികയിൽ പോവാണ്, പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു സന്തോഷമായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആ സമയത്ത് അത്രയും ഇതില്ലായിരുന്നു. ദെൻ ഒരു കുറച്ച് കഴിഞ്ഞു, കുറേ ദൂരം പോയി, പല സ്ഥലങ്ങളൊക്കെ കണ്ടു, പല ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിലൊക്കെ ഇറങ്ങി കയറി. അപ്പോഴും ഈ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഇതൊന്നും തോന്നിയില്ല. പക്ഷെ വൺസ് ആ മൂകാംബിക അവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നുള്ള ദൂരത്തിലായപ്പോഴത്തേനും ഒരു ചെറിയ സന്തോഷമൊക്കെ വന്നു. പക്ഷെ എന്നാൽ പോലും ഓക്കെ, ഞാൻ അവിടെ പോവാണെന്നുള്ള റിയലൈസേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റൂം എടുത്തു, അമ്പലത്തിന് തൊട്ടടുത്താണ് റൂമൊക്കെ എടുത്തത്. റൂം എടുത്ത് ഫ്രഷായി. പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭരതനാട്യമായിരുന്നു, ഫുൾ കോസ്റ്റ്യൂം ചെയ്യണമായിരുന്നു. കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം ചെയ്ത് എൻ്റെ പരിപാടി ആദ്യം തന്നെ കഴിഞ്ഞു. കാര്യം അന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത അവരുടെ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ എന്നെ മേക്കപ്പ് ചെയ്യാനും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റായിട്ട് ഞാൻ ഇതുപോലെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. സോ വീഡിയോ എടുത്തു കഴിഞ്ഞ് അവിടുന്ന് ആരോ പറയുന്നത് കേട്ടു, ബാ നമുക്ക് അമ്പലത്തിലേക്ക് പോവാൻ സമയമായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാറില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടാൽ അറിയാം, പ്രോഗ്രാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ ഹോട്ടലിൽ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സമയത്ത്, നമ്മളടുത്ത് സ്റ്റേഡ് ആ സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സന്തോഷം എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കുക. ഇത്രയും ഞാൻ സന്തോഷിച്ചല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത നിമിഷം നമ്മൾ സ്റ്റേജിൽ കയറാൻ പോകണം. അതും മൂകാംബിക പോലൊരു സ്ഥലത്ത് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് മേ ബി എനിക്കായിരിക്കും അങ്ങനെ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൂകാംബികയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്രയും ബ്ലെസ്സിങ്, അത്രയും ഇതായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മൂകാംബികയിൽ പോകുന്നത്. അതും പോകുന്ന ദിവസം തന്നെ എനിക്ക് അവിടെ പെർഫോം ചെയ്യാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്ന ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി, എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നൊരു സമയമായിരുന്നു. അപ്പം എൻ്റെ ആ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണാം, ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചെന്നു, ഫുൾ ഞാൻ കോസ്റ്റ്യൂമിലാണ് കേട്ടോ. അവിടെ ചെന്നു, ഫസ്റ്റ് ആ സ്റ്റെയർ കയറി അവിടെ എത്തുമ്പം എൻ്റെ മനസ്സിൽ ആ മറ്റേ പാട്ടായിരുന്നു, അരവിന്ദൻ്റെ അതിഥികളിലെ ആ ഒരു പാട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് കയറി ഓരോ സ്ഥലം കാണുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന്. അവിടെ ചെന്ന് അവിടെ പെർഫോം ചെയ്തതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോഴൊന്നും അധികം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ആ മെയിൻ മണ്ഡപം ഉണ്ടല്ലോ, അതിനെന്തോ പറയുമായിരുന്നു, ഞാൻ ആ പേര് മറന്നുപോയി. ആ മെയിൻ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് അവിടെ ജസ്റ്റ് 2 സ്റ്റെപ്പ് കളിക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു ദിവസം എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിൽ ഒന്നായിട്ട് ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ ഞാൻ പോയ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പം എനിക്കത് ഒരിക്കലും എത്രയൊക്കെ സ്റ്റേജുകളിൽ ഇനി കയറിയാൽ പോലും എനിക്ക് ആ ഒരു മൊമെൻറ്റിന് എനിക്കൊരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതെനിക്ക് അത്രത്തോളം സ്പെഷ്യലായിരുന്നു. ഇതേപോലെ തന്നെ പോവാൻ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടിയൊരു സ്ഥലമാണ് ഇഷായോഗി, കോയമ്പത്തൂർ ആദിയോഗിയുടെ ആ ഒരു സ്റ്റാച്യൂവിൻ്റെ അവിടെ. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പോണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവർക്കും സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ യാത്ര നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും ഈ പറഞ്ഞ പോലെ ചെന്ന് നമുക്ക് ദൂരേന്ന് കാണാം അവിടെ എത്തുമ്പോൾ, ഗേറ്റിൻ്റെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേനും. പക്ഷെ അപ്പോഴും എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല. വൺസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അമ്പോ ദേ എത്തുന്നു, ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട്
അത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എത്തി. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേജൊക്കെ ആയിരുന്നു ആ സമയത്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് എന്ത് ഭംഗിയാണെന്നറിയോ, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ വൺസേലും പോകണം കേട്ടോ അവിടെ. അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഒരു സ്ഥലം. അതായത് ചുറ്റിനും മലകൾക്ക്, പോയിട്ടുള്ളവർക്കറിയാം, ചുറ്റിനും മലകൾക്ക് നടുവിൽ ആ ശിവൻ്റെ ആ വലിയ രൂപം, അത് കാണേണ്ടത് തന്നെയാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് തന്നൊരു, അല്ലെ ഭയങ്കര സന്തോഷം തന്നൊരു സമയമായിരുന്നു കേട്ടോ. അവിടെ നമ്മളൊരു എപ്പോഴായിരുന്നു, രാവിലത്തെ ഒരു സമയത്തായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ആ സമയത്ത് ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് അവിടുത്തെ ലൈറ്റ് ഷോ കാണാനാണ് ആൾക്കാർ കൂടുതൽ വൈകിട്ട് 6-6:30 ആ ഒരു ടൈമിൽ കാണാൻ വരുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അവിടെ വെറുതെ പശുക്കളും കളകളും ഒക്കെ അഴിഞ്ഞു കിടക്കുന്നു, കുറേ മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നു. ഞാൻ പോയിട്ട് റീൽസ് എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. അതൊക്കെ ആക്ച്വലി ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻറ്റ്സ് എന്നൊക്കെ പറയൂലേ, അതൊക്കെ എനിക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതായിരുന്നു. സത്യത്തിൽ ആ രൂപം ഞാൻ ഫസ്റ്റ് ടൈം കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു വാവ്, ആ ഒരു സാധനമില്ലേ, അതായിരുന്നു സത്യത്തിൽ മനസ്സിൽ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഫുള്ള് കണ്ടു. ദെൻ ഈവനിങ് അവിടെ നൈറ്റ് ഷോ, ഒരു രക്ഷയില്ല, നമ്മൾ പൊളിച്ചിരുന്നു പോകും, അത്രയ്ക്ക് അടിപൊളി സാധനം. നിങ്ങൾ മിസ് ചെയ്യരുത്. എപ്പോഴേലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അവിടെ. അവിടുത്തെ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് എൻ്റെ അമ്മോ എങ്ങനെ ഇവരിങ്ങനെ സെറ്റ് ചെയ്യുന്നു, അത്രയും വലിയ സ്റ്റാച്യൂലൊരു ആലോചിച്ച് നോക്കി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ അത്ര സൂപ്പറായിരുന്നു അത്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഞാനിതുപോലെ പോയ യാത്രയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്നത് മാറ്റി വയ്ക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും പ്ലേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ബൈ.